ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് 4 ജയിൽ ഉദ്യോഗസ്ഥർക്ക് അടിയന്തര സസ്പെൻഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. രാത്രി ഡ്യൂട്ടി ചെയ്ത ജയിൽ ഹെഡ് വാർഡൻ, 3 വാർഡർമാർ എന്നിവരെയാണ് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം എതിരാളികളെ കൊല്ലാനുള്ള കൊട്ടേഷനോ എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശക്തമാണ്. ഇതിന് കാരണം കണ്ണൂരിന്റെ രാഷ്ട്രീയ കൊലകളുടെ ചരിത്രം തന്നെയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ പരോളിൽ ഇറങ്ങിയ ശേഷം കൊലപാതകം നടത്തുക എന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിലെ രീതിയായിരുന്നു. മറ്റ് കൊലപാതക കേസുകളിൽ ജയിലിൽ കിടക്കുന്നവരെ പരോളിൽ ഇറക്കുക, അതിനുശേഷം അടുത്ത കൊല നടത്തിക്കുക, എന്നിട്ട് തെളിവ് നശിപ്പിച്ച് ജയിലിലേക്ക് മടക്കുക. മാത്രമല്ല, കണ്ണൂർ ജയിൽ ചരിത്രത്തിൽ നിന്നും വരുന്ന മറ്റൊരു മോശമായ വിവരണം, ജയിലിൽ നിന്നും രാത്രി തടവുകാരെ ഇറക്കി രാത്രി തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച എതിരാളിയെ കൊന്ന ശേഷം പുലരും മുൻപേ വീണ്ടും ജയിലിൽ കയറ്റുന്ന രീതിയിൽ ഉണ്ടായിരുന്നു എന്നാണ്. ഇത് അനൌദ്യോഗികവും അതീവ രഹസ്യവുമായ കാര്യങ്ങളെന്നും വിമർശകർ ആക്ഷേപം പറയുന്നുണ്ട്. കണ്ണൂർ ജയിൽ നിയന്ത്രിക്കുന്നത് CPM ആണ്. ഇവിടുത്തെ തടവുകാരിൽ കൂടുതലും CPM പാർട്ടിയുടെ ആളുകളാണ്. ജയിൽ ഉദ്യോഗസ്ഥരിൽ അവരോട് അനുഭാവമുള്ളവരാണ് അത്രയും. അവർ തന്നെയാണ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ കൊലയാളികളായ തടവുകാർ കഴിയുന്നതും കണ്ണൂരിൽ തന്നെ. കണ്ണൂർ ജയിലിന്റെ ഉപദേശക സമിതിയിലും ഉന്നത CPM നേതാക്കളാണുള്ളത്. കണ്ണൂർ രാഷ്ട്രീയ കൊലക്കേസുകളിൽ അധികവും CPM-കാരാണ് പ്രതികൾ. ഇത് അവർ കൂടുതൽ കൊലകൾ ചെയ്യുന്നതിനാലാണ്. ഗോവിന്ദചാമിയുടെ കാര്യത്തിൽ ഒരു ഒറ്റക്കയ്യൻ തനിച്ചു ചെയ്യും എന്ന് കരുതാൻ ആവുന്നതിനപ്പുറം അയാൾ ചെയ്തു. രക്ഷപ്പെടാൻ ആരോ സഹായം നൽകിയിട്ടുണ്ട്. സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുടെ ഉറക്കവും കണ്ണടക്കലും, CCTV ക്യാമറകളും അലാമുകളും ഇലക്ട്രിക് ഫെൻസ് പോലും ചാമിക്ക് ചാടാൻ അനുകൂലമായി എന്നതും ഞെട്ടിപ്പിക്കുന്നതാണ്. മാത്രമല്ല, ചാമി ചാടിക്കഴിഞ്ഞ് കൂളായി റോഡിലൂടെ പോകുന്നു. ആളൊഴിഞ്ഞ് വീട് കൃത്യമായി ലഭിക്കുന്നു. വീടിന്റെ പരിസരത്ത് കെട്ടിടത്തിനുള്ളിൽ തന്നെയുള്ള കിണർ ഒളിച്ചിരിക്കാൻ കിട്ടുന്നു. കിണറിൽ പതിയിരുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് തള്ളാനും വിഷമം തന്നെ. CPM പാർട്ടിക്ക് ശക്തമായ സ്വാധീനമുള്ള കണ്ണൂർ ജയിലിൽ അവരുടെ തടവുകാർ അറിയാതെ ഒന്നും നടക്കില്ല. പരോളിൽ ഇറങ്ങി സ്വർണം കടത്താനും സ്വർണം പൊട്ടിക്കാനും വരെ പോകുന്ന കൊലയാളികളെ വരെ കണ്ണൂരിൽ കാണാം. മാത്രമല്ല, തടവിൽ കിടന്നുകൊണ്ട് തന്നെ നാട്ടിൽ ക്രൈം ചെയ്യുന്നു, ജയിലിൽ കിടന്ന് സ്വർണ്ണ കള്ളക്കടത്തുകൾ നിയന്ത്രിക്കുന്നു. ഇതൊക്കെ നമ്മൾ മുൻകാലത്ത് കണ്ടതാണ്. സൗമ്യ വധക്കേസിൽ വിചാരണ തടവുകാരനായി കഴിയുന്ന കാലത്ത് പ്രതി ഗോവിന്ദചാമിയെ ജയിലിൽ സന്ദർശിച്ചത് 2 പേർ മാത്രമെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഗോവിന്ദചാമിയുടെ സഹോദരൻ സുബ്രഹ്മണ്യനും അഡ്വക്കേറ്റ് BA ആളൂരും മാത്രമാണ് ജയിൽ സംവിധാനം ഉപയോഗിച്ച് ഗോവിന്ദചാമിയെ ജയിലിൽ സന്ദർശിച്ചിട്ടുള്ളത്. ഇവർ 2 പേരെയും അല്ലാതെ മറ്റാരെയും ഗോവിന്ദചാമി ഫോണിൽ വിളിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ രക്ഷപ്പെടാൻ സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദചാമിക്ക് ബാഹ്യസഹായം ലഭിച്ചു എന്ന് കണ്ണൂർ ടൗൺ പോലീസ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പള്ളിക്കുന്നിലെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇന്ന് പുലർച്ചെ 1:15 ഇയാൾ ജയിൽ ചാടിയത് എന്നാണ് പോലീസ് റിപ്പോർട്ട്. അതീവ സുരക്ഷാ ജയിലിന്റെ സെല്ലിന്റെ കമ്പികൾ മുറിച്ചു മാറ്റിയാണ് ഗോവിന്ദചാമി പുറത്തേക്ക് കടന്നത്. ശേഷം ക്വാറന്റൈൻ ബ്ലോക്ക്, അതായത് പകർച്ചവ്യാധികൾ പിടിപെട്ടാൽ മാത്രം പ്രതികളെ താമസിപ്പിക്കുന്ന ബ്ലോക്ക് വഴി കറങ്ങി കൈവശമുണ്ടായിരുന്ന വസ്ത്രങ്ങളുമായി മതിലിന്റെ വശത്തേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങളും ലഭിച്ചിരുന്നു. മതിലിന്റെ മുകളിൽ ഇരുമ്പ് കമ്പി വെച്ചുള്ള ഫെൻസിംഗ് കൊണ്ട് ഈ വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടി പുറത്തേക്ക് കടക്കുകയായിരുന്നു. ഒരേ തുണി ഉപയോഗിച്ചാണ് മതിലിലേക്ക് വലിഞ്ഞു കയറിയതും പുറത്തേക്ക് ഇറങ്ങിയതും. ഗോവിന്ദചാമിക്ക് പുറത്തു നിന്നും സഹായം ലഭിച്ചു എന്നാണ് പോലീസിന്റെ നിഗമനം. പുലർച്ചെ പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് ഗോവിന്ദചാമിയെ കാണാതായതായി മനസ്സിലാക്കുന്നത്. ഗോവിന്ദചാമിക്കായി പോലീസ് ട്രെയിൻ, റെയിൽവേ സ്റ്റേഷൻ എന്നിവ കേന്ദ്രീകരിച്ച് ശക്തമായ അന്വേഷണമാണ് നടത്തിയത്. പക്ഷേ കണ്ണൂർ ജയിലിന്റെ അടുത്ത് തന്നെ ഒരു ഒഴിഞ്ഞ വീട്ടിൽ ഇത്തരത്തിൽ കിണറിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഗോവിന്ദചാമി. 10-ാം ബ്ലോക്കിൽ നിന്നാണ് ഗോവിന്ദചാമി ചാടിപ്പോയത്. ജയിൽ ചാട്ടത്തിൽ ജയിൽ മേധാവി റിപ്പോർട്ട് തേടുകയും ചെയ്തിരുന്നു. എന്തൊക്കെയായാലും ശരി, ഒരാളുടെയും സഹായമില്ലാതെ ഗോവിന്ദചാമിക്ക് ഇത്തരത്തിൽ ചാടിപ്പോകാൻ സാധിക്കില്ല എന്നതുകൊണ്ട് തന്നെ ഇതൊരു കൊട്ടേഷൻ ആയിരുന്നോ എന്നുള്ള സംശയം ശക്തമാവുകയാണ്. പിന്നീട് പ്രശ്നം ഇത്രമാത്രം രൂക്ഷമായപ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നും വന്നപ്പോൾ ഗോവിന്ദചാമിയെ പെട്ടെന്ന് മടക്കിക്കൊണ്ടുവരാൻ പോലീസുകാർ നിർബന്ധിതരായതല്ലേ എന്ന ചോദ്യവും വിലയിരുത്തലും സമൂഹത്തിൽ ശക്തമാണ്. അത് ശരിയാണ് എന്ന് തന്നെയാണ് ഈ സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.